ഇന്നത്തെ റെസിപ്പി റവ വെച്ച് തയ്യാറാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. കുറഞ്ഞ ചേരുവകൾ മാത്രം മതി ഇത് തയ്യാറാക്കിയെടുക്കാൻ. അതിനായി ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പഞ്ചസാര അലിയുന്നത് വരെ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കുക. സ്പൂണ് വെച്ച് ബീറ്റ് ചെയ്താൽ മതി. നല്ലതുപോലെ ബീറ്റ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസിന് പകരം ഏലക്കായ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 4-5 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. കുറേശ്ശെയായിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. റവ ചേർത്ത ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ചുകൂടി റവൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടി നല്ല മിക്സായി വരുന്ന ഈ പരുവത്തിലാവുന്ന സമയത്ത് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം. ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കുക. അടച്ചു വെച്ച് 10 മിനിറ്റിന് ശേഷം ദാ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഉണ്ണിയപ്പം ചട്ടി എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് കുറേശ്ശെ ആയിട്ട് മാവ് ഒഴിച്ച് കൊടുക്കാം. പകുതിയാക്കി ഒഴിച്ച് കൊടുക്കണം. മുഴുവനായും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടതൊന്ന് വേവിച്ചെടുക്കണം. ഒരു സ്പൂണ് വെച്ച് ഇതുപോലെ ആക്കിയെടുക്കുക. ആ സമയത്ത് ഇതിൻ്റെ മുകളിൽ പറ്റി പിടിക്കുന്നില്ലെങ്കിൽ ഇത് വെന്ത് വന്നിട്ടുണ്ട് എന്നാണ്. അപ്പം ഓരോ കുഴിയിൽ നിന്നും എടുത്ത് മാറ്റാം. അപ്പം നമ്മൾ ടേസ്റ്റിയായ റവ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റായി നിൽക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.